സിസ്റ്റം ബയോസിനെ കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമുക്കിനി കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന പ്രക്രിയ ഒന്നുകൂടെ ഒന്ന് നോക്കാം. നമ്മൾ നിലവിലുള്ള ഒരു സിസ്റ്റത്തെ ടേൺ ഓൺ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം പ്രത്യക്ഷപ്പെടുന്ന മെസ്സേജുകളൊന്ന് പലപ്പോഴും ഇതാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ഹാർഡ് ഡിസ്കിൽ നിന്നോ CD-യിൽ നിന്നോ ബൂട്ട് ചെയ്യാൻ സാഹചര്യമില്ലാത്തൊരു കമ്പ്യൂട്ടർ ഡീഫോൾട്ട് ലെവലിൽ കാണിക്കുന്ന മെസ്സേജുകളിലൊന്ന് ഇതാണ്. പലപ്പോഴും ആദ്യമായി കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നവർക്ക്, പലപ്പോഴും അസംബ്ലിങ്ങിന് ശേഷം ആദ്യമായി കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്ക്രീനുകളിലൊന്നാണ് നെറ്റ്വർക്ക് ബൂട്ടിൻ്റെ ഈ ഓപ്ഷൻ. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന പ്രോഗ്രാം ഹാർഡ് ഡിസ്കിൽ നിന്നും ഓപ്റ്റിക്കൽ ഡ്രൈവുകളിൽ നിന്നും ഇനി അവൈലബിളായ എല്ലാ മീഡിയങ്ങളിൽ നിന്നും ഓപ്പറേറ്റിംഗ് ലോഡ് ചെയ്യാൻ ശ്രമിച്ചു. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് കഴിയുമ്പോൾ നെറ്റ്വർക്ക് ബൂട്ടിംഗ് എന്ന ഓപ്ഷന് വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ സ്ക്രീനാണ് നിങ്ങൾ കാണുന്നത്. നെറ്റ്വർക്ക് ബൂട്ടിങ്ങിനർത്ഥം ദൂരെ ഇരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു പ്രത്യേക സാങ്കേതികവിദ്യ, അതായത് പിക്സി ബൂട്ട് എന്നറിയപ്പെടുന്ന ഒരു സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്ന പ്രക്രിയയാണ്. തൽക്കാലം ഹാർഡ്വെയറിൻ്റെ ആദ്യ ക്ലാസ്സുകളിൽ പറയാവുന്നത്ര ലളിതമായ പ്രക്രിയയല്ല പിക്സി ബൂട്ട്. ഒരു സാധാരണ യൂസറെ സംബന്ധിച്ച് ഈ സ്ക്രീൻ വന്നാൽ മനസ്സിലാക്കേണ്ട ലളിതമായ കാര്യങ്ങളിലൊന്ന്, എൻ്റെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ നിന്നോ മറ്റ് മീഡിയങ്ങളിൽ നിന്നോ ബൂട്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. തുടർന്ന് നമുക്ക് വളരെ സ്പെസിഫിക് ആയ ഒരു മെസ്സേജ് അവിടെ കാണുന്നുണ്ട്: ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോട്ട് ഫൗണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയാം. നമുക്കിനി സിസ്റ്റത്തിൻ്റെ ബയോസിലേക്ക് പോവാം. അതിനുവേണ്ടി നിങ്ങളുടെ ഈ സ്ക്രീനിൽ Ctrl+Alt+Delete പ്രസ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യുക. ഈ സ്ക്രീനിൽ നിങ്ങൾ Ctrl+Alt+Delete പ്രസ് ചെയ്താൽ നിങ്ങളുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. എന്തുകൊണ്ട് സിസ്റ്റം റീസ്റ്റാർട്ട് അല്ലെങ്കിൽ വിൻഡോസിൽ എൻഡ് ടാസ്ക് പോലുള്ള പ്രക്രിയകൾക്ക് Ctrl+Alt+Delete എന്ന കീ കോമ്പിനേഷൻ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഈ വീഡിയോയുടെ താഴെ തന്നെ itfundamentals.in എന്ന വെബ്സൈറ്റിലുണ്ട്. അത് നോക്കുക. അപ്പോൾ Ctrl+Alt+Delete എന്ന പ്രക്രിയയെക്കുറിച്ച് കുറച്ചുകൂടെ നമുക്ക് ധാരണ കിട്ടും. തൽക്കാലം ഞാൻ Ctrl+Alt+Delete എന്ന കീ പ്രസ് ചെയ്യാൻ പോവുകയാണ്. പ്രസ് ചെയ്ത് വരുമ്പോൾ സ്ക്രീനിൽ F2 പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഡെൽ പ്രസ് ചെയ്ത് തുടങ്ങിയ സ്റ്റാൻഡേർഡ് മെസ്സേജുകൾ ബയോസിലേക്ക് കയറാനുള്ള മെസ്സേജുകളുണ്ടാവും. നോർമലുള്ള പല സിസ്റ്റങ്ങൾക്കും, ഇപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ കമ്പ്യൂട്ടറിന് F2 എന്ന കീ കോമ്പിനേഷനാണ് ബയോസിലേക്ക് കയറാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ Ctrl+Alt+Delete പ്രസ് ചെയ്ത ശേഷം ഞാൻ F2 പ്രസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ എൻ്റെ സിസ്റ്റം ബയോസ് സ്ക്രീനിലെത്തി. ഈ ബയോസ് സ്ക്രീനിൻ്റെ കുറച്ച് ബേസിക് ഫീച്ചേഴ്സ് നോക്കാം. നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ബയോസ് ഒരുപക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്ക്രീൻ ആയിരിക്കാം കാണിക്കുന്നത്. എങ്കിൽ പോലും ലളിതമായൊരു ബയോസ് സ്ക്രീൻ കാണിക്കുക എന്ന ഓപ്ഷൻ്റെ ഭാഗമായി നമ്മൾ ഇത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ആസ് യു ക്യാൻ സി, നമ്മളൊരു ഫിനിക്സ് എന്ന ബയോസ് കമ്പനിയുടെ ബയോസാണ് നമ്മുടെ മദർ ബോർഡിൻ്റെ ഭാഗമായിട്ടുള്ളത്. പല മെനൂസ് നമുക്കിവിടെ വിസിബിളാണ്. മെയിൻ, അഡ്വാൻസ്ഡ്, സെക്യൂരിറ്റി, ബൂട്ട് ആൻഡ് എക്സിറ്റ്. നിങ്ങളുടെ സൈഡ് ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെനൂസിലേക്ക് എത്തുന്നതാണ്. ഇനി ഏത് ആരോ കീയാണ് പ്രസ് ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ താഴെ തന്നെ വ്യക്തമായി കാണാവുന്നതാണ്. അതിൽ വളരെ ലളിതമായ സെറ്റിങ്സ് പലതും അവിടെ കാണാം. ഉദാഹരണത്തിന് സിസ്റ്റത്തിൻ്റെ ഡേറ്റ്, സമയം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയവും ഡേറ്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. തുടർന്ന് സിസ്റ്റത്തിൻ്റെ ഫ്ലോപ്പി ഡ്രൈവ് നിങ്ങളുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം. ഇതൊരു ലെഗസി ഫങ്ഷണാലിറ്റിയാണ്. അതായത് ഫ്ലോപ്പി ഡ്രൈവുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഭാഗമല്ലാതായിട്ട് വളരെയധികം കാലം കഴിഞ്ഞു. എങ്കിൽ പോലും ഫ്ലോപ്പി ഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ സിസ്റ്റം എപ്പോഴും ചോദിക്കുന്നുണ്ട്. പല കാരണങ്ങളുണ്ട് അതിന്. ഒന്നാമത് CD അടക്കമുള്ള ഡിവൈസുകൾ പലതും ബൂട്ട് ചെയ്യുന്നത് ഇപ്പോഴും സിസ്റ്റത്തോട് അതൊരു ഫ്ലോപ്പി ആണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് റിയൽ ലെവലിൽ ഒരു ഫ്ലോപ്പി ഡ്രൈവ് കണക്ട് ചെയ്യേണ്ട റിക്വയർമെൻറ്റ് ഒരു പക്ഷേ ഉണ്ടാവാം. നിങ്ങളുടെ പല മദർ ബോർഡുകളിലും ഇപ്പോഴും ഫ്ലോപ്പി ഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള കണക്ടറുകൾ ഉണ്ട് എന്നുള്ള വേറൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലോപ്പിയിൽ തന്നെയുള്ള എന്തെങ്കിലും ഡേറ്റകൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഫ്ലോപ്പിയുടെ പഴയ കാലത്തായിരുന്നെങ്കിൽ നമുക്ക് ഫ്ലോപ്പിയുടെ പലതരത്തിലുള്ള കപ്പാസിറ്റികളുടെ വാല്യൂ ഉണ്ടായിരുന്നു. ഒരു ഹിസ്റ്റോറിക്കൽ താല്പര്യത്തിൽ ആലോചിച്ചാൽ 360 കിലോബൈറ്റിൻ്റെ ഫ്ലോപ്പിയുടെ വാല്യൂ മുതലവിടെ കാണിച്ചിട്ടുണ്ട്. 360 കിലോബൈറ്റിന് മുമ്പ് 180 കിലോബൈറ്റിൻ്റെയും ഫ്ലോപ്പികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. നമുക്കിടയ്ക്കൊരു ദിവസം ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടിങ്ങിൻ്റെ പഴയകാല ഉപകരണങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്ന ഒരു സെഷൻ നടത്താം എന്ന് വിചാരിക്കുന്നു. അതിനെക്കുറിച്ച് കുറച്ച് താല്പര്യങ്ങൾ പലരും മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കൊരു ദിവസം അതൊന്ന് പരിഗണിക്കാം. കാരണം അതിൻ്റെ എല്ലാ റിസോഴ്സുകളും ഒരുമിച്ച് എടുത്തുകൊണ്ട് വെച്ചിട്ട് വേണം ഡെമോൺസ്ട്രേഷൻ നടത്താൻ. തൽക്കാലം നമുക്ക് 1.44 MBയുടെ ഫ്ലോപ്പി ഡ്രൈവ് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഫ്ലോപ്പി ഡ്രൈവ് ഇല്ലെങ്കിൽ, നോർമൽ ലെവലിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഫ്ലോപ്പി ഡ്രൈവ് ഇല്ല, അതുകൊണ്ട് തന്നെ വാല്യൂ ഡിസേബിൾഡ് കൊടുത്തു.
ഒരു ഫ്ലോപ്പി തന്നെ തികച്ചില്ലാത്തതുകൊണ്ട് നമുക്ക് 2 ഫ്ലോപ്പിയെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. തുടർന്ന് നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് ഏതാണ്, ഹാർഡ് ഡിസ്കിൻ്റെ കപ്പാസിറ്റി എന്താണ്, നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഓപ്റ്റിക്കൽ ഡ്രൈവ് ഏതാണ് തുടങ്ങിയ ഇൻഫർമേഷൻസാണ് അവിടെ വരിക. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഏതാണോ പ്ലഗ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വാല്യൂ ആയിരിക്കും അവിടെ കാണിച്ചിരിക്കുക. ഇവിടെ കാണുന്ന ഏത് ഓപ്ഷനുകളിലും ഉദാഹരണത്തിന് കീബോർഡ് ഫീച്ചർ, അവിടെ എൻ്റർ കീ പ്രസ് ചെയ്താൽ അതിൻ്റെ അഡ്വാൻസ്ഡ് ഓപ്ഷനിലേക്ക് വരും. ഉദാഹരണത്തിന് കീബോർഡ് ഫീച്ചറിൽ നമ്പർ ലോക്ക് ഓഫ് എന്നതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ, ബൈ ഡീഫോൾട്ട് അവിടെ ഓഫ് കിടപ്പുണ്ടെങ്കിൽ സിസ്റ്റം ഓണായി വരുന്ന സമയത്ത് നമ്പർ ലോക്ക് കീ ഓഫ് അവസ്ഥയിലായിരിക്കും. ഈ വാല്യൂ ഞാനിവിടെ എൻ്റർ പ്രസ് ചെയ്ത ശേഷം ഓൺ എന്ന അവസ്ഥയിലേക്ക് മാറ്റിയാൽ കമ്പ്യൂട്ടർ ഓണായി വരുമ്പോൾ ഡീഫോൾട്ടായിട്ട് നമ്പർ കീ ഓപ്ഷൻ ഓൺ ആയിരിക്കും. ലളിതമായ കാര്യങ്ങളാണ്, സാധാരണഗതിയിൽ നമുക്കിതൊന്നും തിരുത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സിസ്റ്റത്തെക്കുറിച്ചുള്ള കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ, കുറച്ചുകൂടെ പ്രിസൈസായി പറഞ്ഞാൽ റിപ്പോർട്ട് അവിടെ കാണുന്നുണ്ട്. ഞാൻ കാണുന്ന പ്രകാരം 640 കിലോബൈറ്റ് സിസ്റ്റം മെമ്മറിയും ബാക്കിയുള്ള 250-നടുത്ത് MB-യോളം എക്സ്റ്റെൻഡഡ് മെമ്മറിയും കമ്പ്യൂട്ടറിനുണ്ട് എന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റം മെമ്മറി, എക്സ്റ്റെൻഡഡ് മെമ്മറി, എക്സ്പാൻഡഡ് മെമ്മറി പോലുള്ള കൺസെപ്റ്റുകൾ കുറച്ച് തിയറട്ടിക്കൽ ആസ്പെക്റ്റിലുള്ളതാണ്. മെമ്മറി മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള ഒരു പ്രീവിയസ് വീഡിയോ സെഷനിൽ നമ്മൾ ഇത്തരം ചില ആശയങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിലും തീർച്ചയായും ചർച്ചകളാവാം. നമുക്ക് കമൻറ്റ് ബോക്സുകളിലൂടെ കൂടുതൽ മറുപടി തരാം. തൽക്കാലം നിങ്ങൾക്ക് സിസ്റ്റത്തിന് 256 MB റാം ഉണ്ട് എന്ന് മനസ്സിലാക്കാനേ ഈ ഒരു ഓപ്ഷൻ ഉപകരിക്കുകയുള്ളൂ. ബൂട്ട് ടൈം ഡയഗ്നോസ്റ്റിക് സ്ക്രീൻ ഡിസേബിൾഡ് ഓർ എനേബിൾഡ് ഓപ്ഷൻ ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ ഓണായി വരുമ്പോൾ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ എഴുതി കാണിക്കാനുള്ള അത് ഓപ്ഷൻ മറച്ചു പിടിക്കണോ അതോ നേരെ കാണിക്കണോ എന്ന് മാത്രമാണ്. തുടർന്ന് നമുക്ക് അഡ്വാൻസ് ടാബിലേക്ക് പോവാം. അഡ്വാൻസ് ടാബിലും ടെക്നിക്കലായ പല ഇൻഫർമേഷൻസും നിങ്ങൾക്ക് അവിടെ കാണാം. ഉദാഹരണത്തിന് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള പല ഓപ്ഷൻസ് അവിടെ കാണാം. നിങ്ങളുടെ ബയോസിൻ്റെ ഇൻഫർമേഷൻ റീസെറ്റ് ചെയ്യുക, ക്യാഷ് മെമ്മറി സെറ്റിങ്സ് അഡ്ജസ്റ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ള ടെക്നിക്കൽ പാരാമീറ്ററുകൾ മിക്കതും നമുക്ക് ബൈ ഡീഫോൾട്ട് ലെവലിൽ തന്നെ വിടാവുന്നതേ ഉള്ളൂ. കാരണം ബയോസിലുള്ള അഡ്വാൻസ്ഡ് ഓപ്ഷനുകൾ ആവശ്യമില്ലാതെ എനേബിൾ ഡിസേബിൾ ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. ഉദാഹരണത്തിന് IO കോൺഫിഗറേഷൻ ഓർ IO ഡിവൈസ് കോൺഫിഗറേഷനിൽ നിങ്ങളുടെ മെഷീനിൽ ഒരു സീരിയൽ പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. തുടർന്ന് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും ഈ സീരിയൽ പോർട്ട് ഓപ്ഷൻ അവിടെ വർക്ക് ചെയ്യില്ല എന്നർത്ഥം. എഗെയിൻ അഡ്വാൻസ് ചിപ്സെറ്റ് കൺട്രോളിലും ECC അഥവാ എറർ കറക്ഷൻ പോലെയുള്ള സാങ്കേതിക വാക്കുകളൊക്കെ തൽക്കാലം നമ്മുടെ ഇനീഷ്യൽ ചർച്ചയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. നമ്മൾ സെക്യൂരിറ്റി ടാബിൽ പോയാൽ നിങ്ങൾക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പാസ്വേഡിൻ്റെ ഉദ്ദേശം ഈ ബയോസ് സ്ക്രീനിലേക്കും ഇനി വേണമെങ്കിൽ കമ്പ്യൂട്ടറിൽ മൊത്തമായിട്ടും ഒരു യൂസർ കയറുന്നത് തടയാൻ വേണ്ടിയുള്ള ഒരു പാസ്വേഡ് ഓപ്ഷനാണിത്. കമ്പ്യൂട്ടറിനെ കുറിച്ച് വലിയ തോതിലൊന്നും ആൾക്ക് അറിയാതിരുന്നൊരു കാലഘട്ടത്തിൽ ബയോസ് പാസ്വേഡ് വലിയൊരു കാര്യമായിട്ട് ആൾ കരുതിയിരുന്നു. ഇപ്പോൾ വളരെ ലളിതമായ രീതിയിൽ തന്നെ ബയോസ് പാസ്വേഡ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് ബയോസ് പാസ്വേഡിന് വലിയൊരു പ്രസക്തി ആരും കൊടുക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. എങ്കിൽ പോലും സീൽഡായ കവർ തുറക്കാൻ പറ്റില്ലാത്ത നോർമൽ മെഷീനുകളിൽ അല്ലെങ്കിൽ ഒരു ശരാശരി യൂസറെ ഈ സിസ്റ്റത്തിൽ നിന്ന് അൺഓതറൈസ്ഡായുള്ള ആക്സസുകളിൽ നിന്ന് അകറ്റി നിർത്താൻ ബയോസ് പാസ്വേഡുകൾക്ക് പറ്റാറുണ്ട്. ബൂട്ട് എന്ന ഓപ്ഷൻ നിങ്ങളുടെ പ്രൈമറി ബൂട്ട് ഡിവൈസ് ഏതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് CD ഡ്രൈവാണ് നിങ്ങളുടെ പ്രൈമറി ബൂട്ട് ഡിവൈസായി സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് CD ഡ്രൈവ് സെലക്ട് ചെയ്തിട്ട് പ്ലസ് സിമ്പിൾ പ്രസ് ചെയ്താൽ CD ഫസ്റ്റ് ഡിവൈസായി മാറും. ഹാർഡ് ഡിസ്ക് ആണ് ഫസ്റ്റ് ഡിവൈസായി സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഹാർഡ് ഡിസ്ക് സെലക്ട് ചെയ്തിട്ട് പ്ലസ് സിമ്പിൾ ഉപയോഗിച്ച് ഫസ്റ്റ് ഡിവൈസായി മാറും. പ്ലസ് ആണോ ഉപയോഗിക്കേണ്ടത്, പേജ് അപ്പ് പേജ് ഡൗൺ ബട്ടൺസ് ആണോ ഉപയോഗിക്കേണ്ടതെന്നെല്ലാം പൂർണ്ണമായും നിങ്ങളുടെ ബയോസ് ഡിപ്പെൻഡാണ്. അത് സ്ക്രീനിൽ അവിടെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. എക്സിറ്റ് ഓപ്ഷനിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ സേവ് ചെയ്ത് പുറത്ത് കിടക്കാനുള്ള ഓപ്ഷനുണ്ട്. വളരെ ലളിതമായൊരു ബയോസ് സെറ്റപ്പിനെ കുറിച്ചുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ സെഷനാണ് നമ്മളിപ്പോൾ ചെയ്തത്. സിസ്റ്റം ബയോസിനെ കുറിച്ചുള്ള അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഹാർഡ് ഡിസ്ക് പ്രിപ്പറേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജ്മെന്റ് അടക്കമുള്ള കൺസെപ്റ്റുകളായിട്ട് നമുക്ക് തുടരാം. നിങ്ങൾക്ക് നിലവിലുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ പൊതു ചർച്ചകളോ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സുകൾ ഉപയോഗിക്കുക. ഈ വീഡിയോയുടെ പൂർണ്ണ രൂപം itfundamentals.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആ സൈറ്റിലേക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റിസോഴ്സുകൾ ആ വെബ്സൈറ്റ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. www.itfundamentals.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. താങ്ക് യു.